ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. കുറെ നാളും അതായത് ജനുവരി ഫെബ്രുവരിയിൽ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മള് തേനിനകത്തിൽ ഇട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട വീഡിയോ കണ്ട പല ആളുകളും എന്നോട് പറഞ്ഞിട്ട് തെറ്റായ രീതിയിലാണ് ചെയ്തത്. ഇത് നമ്മള് എന്തോ ചൂടുവെള്ളത്തിലൊക്കെ ഇടണമായിരുന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ചുമ്മാ ഇത് തേനിനകത്തിൽ ഇടുമായിരുന്നു. പച്ച നെല്ലിക്ക ഹോളാക്കിയിട്ട് നമ്മള് തേനിനകത്തിൽ ഇടുമായിരുന്നു. ഇല്ലടി, ഡിസംബറിലാണ് ഇട്ടത്. ഓ ശരി ശരി. അപ്പൊ നമ്മൾ ഡിസംബറിലാണ് ഈ സാധനം ഇട്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇത് വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഇത് ആവത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് തുടച്ചതിനൊക്കെ ശേഷം ഇടണമെന്ന് പറയും. നമ്മൾ അങ്ങനെ ചെയ്തൊന്നുമില്ല. പച്ചനെല്ലിക്ക ഇതേപോലുള്ള ഫോർക്ക് കൊണ്ട് ഹോൾ ഇട്ടിട്ട് നമ്മൾ അതിനെ ഈ പാത്രത്തിലാക്കി. പക്ഷെ ഈ പാത്രത്തിലല്ലായിരുന്നു ഇട്ടിരുന്നത്. മറ്റേ പാത്രം എന്നുണ്ടെങ്കിൽ പിന്നെ എയർ ടൈറ്റ് പൊട്ടുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഇതിനോട് മാറ്റിയെന്നേ ഉള്ളത്. ഇത് ഏകദേശം ഒരു 5 മാസത്തോളം ഇപ്പൊ തേനിനകത്ത് കിടന്നതിന് ശേഷമുള്ള ഒരു രൂപമാണ് ഇത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത് പൊട്ടിക്കുക. ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്താണ്, ഇവള് വരാതെ ഈ ഒരു സാധനം നമ്മൾ തുറന്നെടുക്കത്തില്ല എന്നുള്ളൊരു വാക്ക് കൊടുത്താണ്. ഇവളാണ് ജോലി കുട്ടിയുടെ നാട്ടിലാണ് നീ ജോലി ചെയ്യുന്നത് ഇല്ലയോ, പഠിക്കുന്നത്? തൊടുപുഴയിലാണ് ഇവള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവക്ക് വെക്കേഷൻ ആവാറ്, ഇവള് നാട്ടിൽ വരാറ് ഈ സാധനം ഞങ്ങൾ പൊട്ടിക്കില്ലെന്ന് ഞാൻ ഇവക്ക് വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇവള് വരുന്നതും കാത്തിരുന്നതാ. അപ്പൊ നമ്മൾ ഇത് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഇല്ലയോ. അയ്യോ മണത്തി ആ ആണോ? ഓ നല്ല വൈൻ്റെ മണം. ഈ തേനും നെല്ലിക്കയുടെ ചാറൂടെ ഇറങ്ങിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായ മണം, നല്ല ഭയങ്കരമായ ഒരു എന്തുവാ, കുറേ ദിവസം പഴക്കമുള്ള ഈ മുന്തിരിയൊക്കെ നമ്മൾ വൈനാക്കാനും കൊണ്ട് ഇട്ടിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണമാണ് കേട്ടോ. പക്ഷെ ഇതിനകത്തിലൊക്കെ പറയേണ്ടുന്ന വേറെ കാര്യമുണ്ട്. നമ്മൾ ഇതിലേക്ക് നയിച്ച ഒരാളുണ്ട്. ഇതിന്റെ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനാണ് കേട്ടോ. വയനാട് ചുരം ഇറങ്ങിയപ്പോ വന്ന വഴിക്ക് നമുക്കൊരു സാധനം ഇതേപോലെ സാധനം തേനിനകത്തിലിട്ട് നെല്ലിക്ക കൊണ്ട് തന്ന ഒരാളുണ്ട്. അദ്ദേഹം മുഖേനയാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇതിന്റെ ഒരു വലിയ പങ്ക് പുള്ളിക്കുള്ളതാണ്. അത് നമ്മൾ കൊണ്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ വന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇടാനുള്ള ഒരു പ്ലാൻ തന്നെ ഇട്ടത്. ഇല്ലേ ശരിയില്ലയോ? കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹാ കുടിക്കും മക്കളെ. ഇതിന്റെ രൂപമൊക്കെ അങ്ങ് മാറി. തേനിനകത്ത് കിടന്ന് ഇതിന്റെ കളർ കണ്ടോ? കണ്ട് ഈ ഒരു കളറിലേക്ക് വന്നു കണ്ടോ. ഫുള്ള് തേനിന്റെ കളറായി ഇത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം രണ്ടുപേരും കേട്ടോ. അടുത്ത ആള് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? രണ്ടുപേരും കഴിക്കും. അപ്പൊ നമ്മുടെ മുതലാളി വയനാട് പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നാണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ കഴിക്കുവാണ് തേൻ നെല്ലിക്ക എന്ന് പറയുന്നത്.